സ്കാലപ്പ് വർക്ക് കൊടുക്കുമ്പോഴേക്കും പലരുടെയും സംശയമാണ് ഇത് വരച്ചിട്ടാണ് ചെയ്തെടുക്കാറുള്ളതെന്നൊക്കെ. അപ്പം നമ്മൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുമ്പോഴേക്കും ഡിസൈനൊന്നും മാർക്ക് ചെയ്യാതെ തന്നെയാണ് വർക്ക് ചെയ്തെടുക്കാറുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു വർക്ക് ഞാൻ പഠിച്ച സമയത്ത് തന്നെ നമ്മൾ പാറ്റേൺ ഒന്നും വരക്കാതെ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്ന രീതി പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഇപ്പോഴും നമുക്ക് എല്ലാ വിധത്തിലുള്ള ഡിസൈനൊന്നും വരക്കാതെ തന്നെയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. സ്കാലപ്പ് വർക്ക് ചെയ്യുമ്പോഴേക്കും മെറ്റീരിയലിൻ്റെ 4 വശം മുഴുവൻ നമ്മൾ ജോയിൻറ്റ് പീസ് കൊടുത്തിട്ടാണ് ഫ്രെയിം വലിച്ച് ടൈറ്റ് ചെയ്യാറുള്ളത്. പിന്നെ ഈ ഒരു സ്കാലപ്പ് വർക്കിൻ്റെ 4 വശവും ചെറിയൊരു ഗോപുരത്തിൻ്റെ ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സോൾഡറിങ് അയൺ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ അരികു ഉരുക്കിയെടുക്കണത്. ഇതുപോലെ ഫ്രെയിമിൽ തന്നെ വെച്ച് അയൺ ചെയ്യണതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചില സമയത്ത് നമ്മൾ ചെയ്യുമ്പോഴേക്കും ഇതേപോലെയുള്ള എട്ടിൻ്റെ പണിയൊക്കെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. അരികു വശമായത് കാരണം കുഴപ്പമില്ല. സെൻറ്റർ ഭാഗത്താണ് ഇതുപോലെയുള്ള ഡാമേജ് വീണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫ്ലവറിൻ്റെ ഒക്കെ ഡിസൈൻ കൊണ്ടൊക്കെ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരുവേ.